തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രത്യേകിച്ചും മറ്റു സന്ദർഭങ്ങളിലും നവമാധ്യമങ്ങൾ ചിലർ ബോധപൂർവം നടത്തുന്ന ഇടതുപക്ഷ വിരുദ്ധ പ്രചരണങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് പൊതുസമൂഹത്തോട് അഭ്യർത്ഥിക്കുന്ന ഒരു പ്രതികരണം ഞാൻ കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ടായി. പക്ഷെ അത് സംബന്ധിച്ച് ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ചുകൊണ്ടാണ് വാർത്ത നൽകിയത്. ആ വളച്ചൊടിച്ച വാർത്തയുടെ അടിസ്ഥാനത്തിലുള്ള അന്തിച്ചർച്ചകളും നടക്കുകയുണ്ടായി. പ്രത്യക്ഷത്തിൽ CPIM പ്രൊഫൈൽ ആണെന്ന തരത്തിൽ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി സർക്കാർ വിരുദ്ധ വാർത്തകൾ കുത്തി നിറക്കണമെന്ന് കോൺഗ്രസ് അവരുടെ നവമാധ്യമ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ ഒരു കോപ്പിയാണ്. ആ കോപ്പിയിൽ പറയുന്നത്, പറ്റുമെങ്കിൽ എല്ലാവരും CPIM-ൻ്റെ ഫ്രെയിമിട്ട് ഫേക്ക് ID ഉണ്ടാക്കും, തന്ത്രപരമായി സർക്കാരിനെയും അഴിമതി ആരോപണങ്ങളെയും കുറിച്ച് കമൻ്റ് ഇടും, 100% വിജയം, കൺഫ്യൂഷൻ ആക്കണം, പാർട്ടിയിൽ നിന്ന് പാർട്ടിയെ തിരുത്തുന്ന രീതിയിലാവണം. ഏതൊക്കെ ഘടകങ്ങളിൽ ഏതൊക്കെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ ഇത്തരത്തിലുണ്ടോ അവർക്കെല്ലാം ബാധകമാണ്. അതൊരു പൊതു കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് കണ്ടെത്താൻ കഴിയും, ഞാനിതിനകത്ത് സോഷ്യൽ മീഡിയ അപാര പാണ്ഡിത്യമുള്ള ആളല്ല. എൻ്റെ ശ്രദ്ധയിൽ വന്നത് ആദ്യം ഈ കോൺഗ്രസിൻ്റെ സാധനമായിരുന്നു. ഇങ്ങനെ വാട്സപ്പ് നോക്കുന്ന സമയത്ത് അന്ന് ആ തെരഞ്ഞെടുപ്പ് കാലത്ത് ശ്രദ്ധയിൽ വന്ന ഇതായി. അപ്പോൾ പിന്നെ അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അങ്ങനെ നോക്കി. പിന്നെ ശ്രദ്ധയിൽ വന്ന ഒരു കാര്യം, ടീച്ചർക്കെതിരായും മറ്റും നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ എനക്ക് കൂടി അയച്ചു തന്നപ്പോഴാണ്. അപ്പോഴാണ് പിന്നെ ഇത് തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞപ്പോൾ ഒരിടത്ത് ഞാൻ ഒരു ജാഗ്രതപ്പെടൽ വേണമെന്നുള്ളത് കൊണ്ട് പറഞ്ഞത്. അത് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടത് എന്നാണ്. അത് യഥാർത്ഥ പോരാളി ഷാജിയാണോ? അതെ, അത് ആര്? ഷാജി ആര്? കുന്നോത്തുപറമ്പ് ഷാജിയാണോ? എല്ലാം തൃശ്ശൂരിലെ അയ്യത്തോട് ഷാജിയാണോ? ആര്? 2015 മുതൽ ഈ പോരാളി ഷാജി ഉണ്ട്. അതേത് ഞാൻ പറഞ്ഞല്ലോ. ഇത് ഞാൻ സമൂഹത്തിന് മുമ്പാകെ വെക്കുന്നതോടുകൂടി ഞാൻ മനസ്സിലാക്കുന്നത് ഇടതുപക്ഷ അനുകൂല പോസ്റ്റുകൾ ഇടുന്നതാണ് പോരാളി ഷാജി എങ്കിൽ അദ്ദേഹം തുറന്നു പറയും, ഞാനാണ് ഷാജി.